പല ഭാഗങ്ങളിൽ ഇവർ ഓട പണിയുകയും സ്ലാബ് ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം തന്നെ ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അശാസ്ത്രീയ നിർമ്മാണത്തിന് ആരുത്തരം പറയും? ഇതിന് പരിഹാരം കാണണ്ടേ? കടയ്ക്കാവൂർ ആലങ്കോട് മീരാൻകടവ് റോഡ് ഇപ്പോൾ ഇങ്ങനെയാണ്. നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. 4 വർഷത്തെ കാത്തിരിപ്പ് വ്യർത്ഥമായെന്ന് നാട്ടുകാർ. നിങ്ങൾ ആരെങ്കിലും ആ വഴി പോവുകയാണെങ്കിൽ ഓടയിൽ വീണ് കയ്യും കാലും ഒടിയാതെ നോക്കണം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്ര പന്തിയല്ല കുറച്ച് അപ്പുറത്തുള്ള കാഴ്ച. ഓടയുടെ 2 അറ്റങ്ങളിലും അതിഭീകരമായ കുഴികളുണ്ട്. സ്ലാബിട്ട് ഇത് മൂടിയിട്ടുമില്ല. പവനായി ശവമായി എന്ന് പറയുന്ന പോലെയാണ് കഥ. പൂങ്കാവനം, സൈക്കിൾ ട്രാക്ക്, കുട്ടികളുടെ പാർക്ക് അങ്ങനെയൊക്കെയായിരുന്നു പ്രഖ്യാപനങ്ങൾ. പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇതാണ്. നമുക്കറിയാം, ഇപ്പോൾ വളരെയേറെ കാലങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം 4 വർഷത്തോളം എടുത്തു. ഇപ്പോഴും പണി പൂർത്തിയാക്കാൻ പോലും സാധിച്ചിട്ടില്ല. നമ്മുടെ ആലങ്കോട് മീരാങ്കടവ് റോഡിൻ്റെ പണി, ആ പണി ഇപ്പോഴും നടന്നു വരികയാണ്. പല ഭാഗങ്ങളിലും ഈ പണികൾ, അവസാനഘട്ട പണികൾ നടക്കുന്നു. ഇപ്പോൾ അതിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം പല ഭാഗങ്ങളിലും ഇവർ ഓട പണിയുകയും സ്ലാബ് ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം തന്നെ ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. ഏതെങ്കിലും ബൈക്കുകാരോ ഇരുചക്ര വാഹനത്തിൽ വരുന്ന വാഹനങ്ങളോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് സൈഡ് കൊടുക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടുന്ന ഒരു വലിയ സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിന് പരിഹാരം വേണം. കൃത്യമായിട്ട് അവിടെ ഗ്രില്ലിട്ട് അടയ്ക്കുവാനുള്ളൊരു സംവിധാനം വേണം. ആ ആലങ്കോട് ഭാഗം, മീരാങ്കടവ് ഭാഗം മുതൽ നമ്മുടെ ഈ അവസാനിക്കുന്ന ആലങ്കോട് ഭാഗം വരെയുള്ള പ്രധാന പാതയിലെല്ലാം തന്നെ ഇത്തരത്തിലാണ് തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള ഡിസൈനിങ് ആണ് നടത്തിയിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് എഞ്ചിനീയർമാർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി തന്നെ നടപ്പിലാക്കിയത്. അതും പൂർണ്ണമായിട്ടില്ല, ഇപ്പോഴും അപൂർണ്ണമാണ്. ഇപ്പോൾ നമുക്കറിയാം, ആ പദ്ധതിയിൽ ഇവർ വിഭാവനം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ട്രാക്ക്, അതുപോലെ ഫുട്പാത്ത്, അതിമനോഹരമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ, പിന്നെ ബൈ റോഡുകൾ, ഇങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഈ ഫുട്പാത്ത് എന്ന് പറയുന്ന സംവിധാനത്തിനാണ് ഇവർ ഇപ്പോൾ ഈ സ്ലാബ് വാർത്തിടുകയും മറ്റു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ഇത്തരത്തിൽ ആളുകൾക്ക് ഇപ്പോൾ ഫുട്പാത്തിൽ കൂടി സഞ്ചരിക്കുന്ന രീതിയിൽ ഒരാൾ ആ സ്ലാബിന് പുറത്തുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കുഴിയിൽ വീഴുന്നൊരു അവസ്ഥയാണ്. ഈ അശാസ്ത്രീയ നിർമ്മാണത്തിന് രക്തസാക്ഷികളാകാൻ നാട്ടുകാരെ കിട്ടില്ല. പണിയറിയാവുന്ന ആരെയെങ്കിലും ഏൽപ്പിച്ച് ഈ റോഡിന് ശാപമോക്ഷം നൽകണമെന്നാണ് നാട്ടുകാരുടെയും വഴിയാത്രക്കാരുടെയും അപേക്ഷ. വിസ്മയ ന്യൂസ്, കടയ്ക്കാവൂർ.